എന്താണ് ലോറക്കുട്ടി? ഏ ചൂട് സഹിക്കാൻ വയ്യ എൻ്റെ പൊന്നൂന്. ഏ ചൂട് സഹിക്കാൻ വയ്യടി. ഇനി വാ മക്കള്. അകത്ത് കയറണോ? അകത്ത് കയറാനാണ് എൻ്റെ ചക്കര കാരണം. ഇത്ര നേരം അകത്തൊക്കെ കിടന്നതല്ലേ. ഇനി കണ്ട വെളിയിൽ കണ്ട വെയിലൊക്കെ മാറി. ഇനി ഒത്തിരിയൊക്കെ ഓടിച്ചാടി നടന്നില്ലെങ്കിലേ കാലും കൈയൊക്കെ ഇതില്ലാതെ വരും. ഇങ്ങോട്ട് വാ. ഓടിക്കളഞ്ഞാപ്പാ. ഇങ്ങോട്ട് വാ. ഓടിയെന്തേ? കാര്യം പറഞ്ഞ ഓടിയെന്ന്. എൻ്റെ ലോറക്കുട്ടിയാണെങ്കിൽ ഇവിടുത്തെ ഭയങ്കര എന്താണ്, എല്ലാവരെയും മാച്ച് പോലെ എല്ലാവരുടെയും ഭയങ്കര സ്റ്റാറെന്നും പറഞ്ഞുകൊണ്ടൊക്കെയാണ് എൻ്റെ ലോറക്കുട്ടി ഇവിടെ നടന്നത്. ലോറക്കുട്ടീനെ അവസാനം എല്ലാവരും കൂടി വാരിയിട്ട് കടിക്കും. ലോറക്കുട്ടിയാണ് ഭയങ്കര ഇത്, ആരെ കിട്ടിയാലും റെഡിയാക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് എൻ്റെ ലോറക്കുട്ടി നടന്നത്. അപ്പോൾ ലോറക്കുട്ടി എന്ന് പറഞ്ഞാൽ ഇവർ എല്ലാവരും കൂടി ആദ്യം ഒത്തു കിടന്ന് കളിച്ചിട്ട് ഓരോരുത്തരായിട്ട് തമ്മിലടിച്ച് ഇപ്പോൾ എല്ലാവരും പ്രത്യേകമാണ്. ഒറ്റയ്ക്ക് ഇറങ്ങിപ്പോണ്. കൂട്ടത്തോടെ ആർക്കും പറ്റില്ല. പിന്നെ ലോറയും ആശും ഓറയും മാത്രമാണ് കൂട്ടത്തിലൊക്കെ നിൽക്കണത്. അങ്ങനെ ഒരു ദിവസം സോനയായിട്ട് ചെറിയൊരു കടിപിടി നടത്തി. അപ്പോൾ ഇവളെ ജോലി എന്താണെന്ന് വെച്ചാൽ എല്ലാവരും പിന്നെ കഴുത്തിന് പിടിക്കണം. അതാണ് ഇവളുടെ ലക്ഷ്യം. ഇവൾ കഴുത്തിന് പിടിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന നേരം കൊണ്ട് മറ്റുള്ളവർ ഇവളെ അർജം പുറഞ്ചം എടുത്തിട്ട് കടിക്കും. അങ്ങനെ ഇനി എന്നാ മമ്മി നോക്കട്ടെ. സോനക്കുട്ടി ഇവളെ എടുത്തിട്ട് അർജം പുറഞ്ചം കടിച്ച് അവളെ കഴുത്ത് നോക്കി കടിക്കാനായിട്ട് നോക്കിക്കൊണ്ടിരുന്ന നേരം കൊണ്ട് കണ്ട് എൻ്റെ കൊച്ചിൻ്റെ കണ്ണിൻ്റെ എവിടെയൊക്കെ ഉണ്ട് കണ്ട് ഇത് ഇങ്ങോട്ട് കാണിക്ക്. ഉണ്ട് ഇത് സോന ഒരു കടിച്ചതാണ്. സോന കടിച്ച് ഒത്തിരി നല്ല മുറിവുണ്ടായിരുന്ന ഒരു 2 സ്റ്റിച്ചൊക്കെ ഇടേണ്ടി വന്നു. അങ്ങനെ സോനയുടെ മുമ്പ് അവൾ തോറ്റു. ഇനി വാ. ആടി കാട്ടി. സോനയുടെ മുമ്പ് തോറ്റോള്. സോനയുടെ മുമ്പ് തോറ്റിട്ട് പിന്നെ അടുത്തത് സോയയായിട്ടായിരുന്നു കുസ്തി. വാ മോള് വാ. സോയയായിട്ടൊരു ദിവസം ഇതുപോലെ അടിയിടാൻ നിന്ന് സോയനെ കിട്ടുന്നിടത്ത് കടിക്കണമെന്നല്ല, കടിച്ച് രക്ഷപ്പെടണമെന്നല്ല, അവൾ കഴുത്തിന് പിടിക്കാൻ നിൽക്കും. സോയയെ അന്നെടുത്തിട്ട് എൻ്റെ കൊച്ചിന് കൊടുത്ത്. അതാണ് ഈ നെറ്റിയിൽ കാണുന്ന 2 പാട്. പിന്നെ എൻ്റെ കൊച്ച് ഓറിയൻ്റെ കൂടെ ഒരു ദിവസം കിടന്ന് അടിയിടാൻ നോക്കി ഓറിയും കൊടുത്തെന്ന് പറഞ്ഞാൽ ഇവളെല്ലാവരെയും കഴുത്തി പിടിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന നേരം കൊണ്ട് അവരത് നോക്കൂലല്ലോ. അവരപ്പോൾ കെട്ടണ വാക്കിനെടുത്തിട്ട് കൊടുക്കും. അങ്ങനെ ആകെ കൊണ്ട് എൻ്റെ കൊച്ച് ഇഞ്ഞിട്ട് വാടിയോളെ എല്ലാവരെയും കടി കൊണ്ട് ഇപ്പോൾ ഒന്നും വല്ലാത്ത അവസ്ഥയിലാണ്. ഇപ്പോൾ എല്ലാവരുടെയും നോട്ടപ്പുള്ളി ഇവളാണ് എന്നാൽ എൻ്റെ കൊച്ചാണെങ്കിൽ വേറെ ഒരു പാവമെന്ന് പറഞ്ഞാൽ എല്ലാവരുടെ അടുത്തും ഭയങ്കര സ്റ്റാർന്ന് പറഞ്ഞുകൊണ്ട് ചെന്ന് എല്ലാവരുടെ കടിയും വാങ്ങിച്ചു കൂട്ടിയില്ലേക്കളെ. എല്ലാവരുടെ കടി കൊള്ളാനായിട്ട് എൻ്റെ ഒരു കൊച്ചു പാവം ഇവിടെ കിടക്കുകയാണ്. എൻ്റെ ആശക്കുട്ടൻ്റെ കൂടെ മാത്രമേ ഉള്ളൂ അടി കൂടാത്തത്. ആശക്കുട്ടനോടും കൂടെ ഭയങ്കര സ്നേഹത്തിലാണ്. ഇനി എപ്പോഴൊന്നും അറിഞ്ഞുകൂടാ, എന്താണ് സ്വഭാവം മാറുന്നതെന്നും അറിഞ്ഞുകൂടാ. ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അങ്ങനെ പോകുന്നുണ്ട്. ഇപ്പോഴത്തെ ചൂട് പിന്നെ എൻ്റെ കൊച്ചുങ്ങൾക്ക് താങ്ങാനും വയ്യ. അവൾക്ക് ഒട്ടും വെളി നിൽക്കാൻ വയ്യ. എനിക്കത് ഈ കല്ലൊക്കെ പതിപ്പിച്ചിരിക്കുന്നത് ഇതിനൊക്കെ ഈ സന്ധ്യ ഈ വൈകുന്നേരം 5 മണിയൊക്കെ ആയി, എന്നാലും ചൂട് മാറൂല ഇതിനൊന്നും. അപ്പോൾ അതുകൊണ്ടാണെന്നൊന്ന് വെളിയിൽ ഒട്ടും നിൽക്കാൻ വയ്യ. അവൾക്ക് എങ്ങനെയെങ്കിലും ഉള്ളിൽ കയറണം. അതിനാണ് ഈ കിടന്ന് കറങ്ങണം. ചോറ് തിന്നാൻ വിട്ടിരിക്കുന്നത്, അത് തിന്നണമെന്നല്ല. ഇനി വാ പോയാ. അതിനാണ് ഈ ഓടുന്നത്, കൂടെ ഇങ്ങനെ ഓടുന്നത്. എവിടെയെങ്കിലും പോകണം, ഞാൻ ഗ്രില്ല് തുറന്നിട്ടിരിക്കണമെങ്കിൽ ഓടിയങ്ങ് അകത്ത് സിറ്റൗട്ടിൽ കയറി കിടക്കണം. അവന് നിൽക്കുകയാണ് ഇല്ലേക്കളെ. പിന്നെ മക്കളെ പോയി അകത്ത് കയറിക്കോ, ചൂടല്ലേ.